ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ആണ് ശരിക്കും പറഞ്ഞ ഒരാളെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനാണ്. നിങ്ങൾ പഴയ SIPയിൽ കണ്ടിന്യൂ ചെയ്ത് തന്നെ ചിലപ്പോൾ ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ എപ്പോഴും ആ സെക്ടറിൻ്റെ ലീഡേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ആ ക്വാളിറ്റി സ്റ്റോക്സ് ഏതാണ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ റീബൗണ്ട് ചെയ്യുക. നിങ്ങൾ ആ ഫണ്ട് മോശം കമ്പനീസിൽ നിന്ന് നല്ല കമ്പനീസിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന സമയത്ത് റിക്കവറിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് വരും. ഇപ്പോൾ ഒരു നല്ലൊരു ടൈമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് ഓഡിറ്റ് ചെയ്ത് ഇതൊക്കെ കറക്റ്റായിട്ടാണോ നമ്മൾ നിക്ഷേപിച്ചേക്കുന്നത്, അല്ലെങ്കിൽ അടുത്തൊരു 5 or 10 ഇയേഴ്സിലേക്ക് നമ്മുടെ റിസൾട്ട്സ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ഒരു അനലൈസ് ചെയ്യാനായിട്ടുള്ള കറക്റ്റ് ടൈം ഇപ്പോൾ തന്നെയാണ്. നമസ്കാരം. 2000-ലെ കോവിഡ് ലോക്ക്ഡൗൺ, 2008-ലെ സബ്പ്രൈം മോർഗേജ് കാരണമുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ്, 2000-ലെ .com ബബിൾ, ഈ ഓരോ ക്രാഷിൽ നിന്നും മാർക്കറ്റ് അതിശക്തമായി തിരിച്ചു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ബൈ ഓൺ ഡിപ്സ്, ഓരോ ഇടിവിലും വാങ്ങാൻ കഴിയുന്ന ബൈ ഓൺ ഡിപ്സ് എന്ന തന്ത്രം ശരിയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാ ഇടിവും ഒരുപോലെയാണോ? യുദ്ധം പോലെയുള്ള പ്രതിസന്ധികളിൽ വിപണി പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ കൂടുതൽ കാലം ദുർബലമായി നിന്നാൽ ബൈ ഓൺ ഡിപ്സ് ആണോ അതോ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് ആണോ ഉപകാരപ്രദം? ഇന്ന് ഈ വിഷയത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ വിപണി ഒരു ചാഞ്ചാട്ടത്തിൻ്റെ പാതയിൽ നിൽക്കുമ്പോൾ ബൈ ഓൺ ഡിപ്സ് വേണോ അതോ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് ആണോ ഇപ്പോൾ അഭികാമ്യം എന്നൊരു വിഷയത്തിൽ ഇന്ന് നമ്മോട് ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റും പ്രമുഖ ഫിനാൻഷ്യൽ കോളമിസ്റ്റുമായ ബാലചന്ദ്രനാണ്. നമസ്കാരം സർ. താങ്ക് യു വെരി മച്ച്. മൈ പ്ലഷർ. അപ്പം നമ്മൾ മാർച്ച് ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ, ജനുവരി മുതൽ മാർച്ചിൽ നോക്കുമ്പോൾ നിഫ്റ്റി 15% ഡൗൺ ആയിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ആണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത്. അപ്പം മുൻകാല ഒരു അനുഭവം വെച്ചൊക്കെ നോക്കുമ്പോൾ വിപണിയുടെ റിക്കവറി കാരണം തന്നെ ബൈ ഓൺ ഡിപ്സ് എന്നൊരു തന്ത്രം ഇത്തവണയും ഉപകാരപ്രദമാകുമെന്ന് ചിലർ വാദിക്കുന്നു. അതേസമയം മറ്റു ചിലരാകട്ടെ ഒരു പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗുണകരമെന്ന് പറയുന്നു. അപ്പോൾ ഒരു സാധാരണ നിക്ഷേപകൻ ഈ ഒരു അവസ്ഥയിൽ ബൈ ഓൺ ഡിപ്സിൽ പോകണോ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് ആണോ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഉപകാരപ്രദമാകുക? ഈ രണ്ട് ടെർമിനോളജീസ് ഉണ്ട്. ബൈ ഓൺ ഡിപ്സ് ഉണ്ട്, പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് ഉണ്ട്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. ബൈ ഓൺ ഡിപ്സ് എന്ന് പറയുന്നത് യൂഷ്വലി വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു ബുൾ മാർക്കറ്റിൽ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസസ് എപ്പോഴും മുകളിലോട്ട് പോകുന്നു എന്നൊരു സ്റ്റേജിൽ, ആ ഒരു പീരീഡിൽ ചിലപ്പോൾ ഒരു മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് കാണിക്കാം. ഒരു ചെറിയൊരു ഫോളോ, മേ ബി ഒരു 5% ഒക്കെ ഒരു ഇടയ്ക്ക് ഫോളോ വരാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് ആ ബുൾ മാർക്കറ്റിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഈ ബൈ ഓൺ ഡിപ്സ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്യും. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു അസറ്റ് നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടുന്നു, ആൻഡ് ആ ബുൾ മാർക്കറ്റ് ഇൻടാക്റ്റ് ആണ്. പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ കോൺട്രറി ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് നമ്മുടെ കംപ്ലീറ്റ് പോർട്ട്ഫോളിയോയിൽ മോശമായിട്ടിരിക്കുന്ന അസറ്റ്സിനെ നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ഏതാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന അസറ്റ്സ് അതിലേക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ റിസൾട്ട്സ് തരുന്നത് ബെയർ മാർക്കറ്റിലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 15% വീണിട്ടുണ്ട്. 20% വീഴുമ്പോഴാണ് നമ്മളൊരു ബെയർ മാർക്കറ്റ്, ഒഫീഷ്യലി ഒരു ബെയർ മാർക്കറ്റ് എന്നൊക്കെ പറയുക. പക്ഷേ ഇപ്പോൾ ഒരു നല്ലൊരു ടൈമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് ഓഡിറ്റ് ചെയ്ത് ഇതൊക്കെ കറക്റ്റായിട്ടാണോ നമ്മൾ നിക്ഷേപിച്ചേക്കുന്നത്, അല്ലെങ്കിൽ അടുത്തൊരു 5 or 10 ഇയേഴ്സിലേക്ക് നമ്മുടെ റിസൾട്ട്സ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ഒരു അനലൈസ് ചെയ്യാനായിട്ടുള്ള കറക്റ്റ് ടൈം ഇപ്പോൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് ആണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അല്ലപ്പോൾ ഏത് അവസരങ്ങളിലായിരിക്കും ബൈ ഓൺ ഡിപ്സ് ഒരു റിസ്കിയർ ആയിട്ടുള്ളൊരു രീതിയായി മാറുന്നത്? ബൈ ഓൺ ഡിപ്സിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് പോർട്ട്ഫോളിയോൻ്റെ അതേപോലെ തന്നെ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യുക. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മോശമായിട്ടുള്ളൊരു അസറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി ഒരുപാട് കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റാണ് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് മോശമായിട്ടുള്ള അസറ്റ്സ് അവിടെ തന്നെ റീറ്റെയിൻ ആവുകയാണെങ്കിൽ നമ്മൾ ഫർദർ ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ആ മോശമായ അസറ്റ്സും കൂടി പർച്ചേസ് ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ബൈ ഓൺ ഡിപ്സ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോബ്ലം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അവകാശവാദം. അപ്പോൾ ഇതൊരു അസറ്റ് അലോക്കേഷൻ അല്ല, ഒരു സ്റ്റോക്ക് സെലക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണോ ഈ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്? സാധാരണ ആൾക്കാർക്ക് സ്റ്റോക്സിലേക്ക് ഡയറക്റ്റ്ലി ഇറങ്ങുന്നത് ഭയങ്കര റിസ്കിയർ തന്നെയാണ്. ആൾക്കാർക്ക് എൻട്രി ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 10-25ഓളം കാറ്റഗറീസ് അവൈലബിൾ ആണ്. ഏത് കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് ഈ ഒരു സിനാരിയോ കുറച്ചും കൂടി ബെറ്ററായിട്ട് തരണം ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കുറച്ച് സമയം, ഓരോരുത്തരും കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന കേസേ ഉള്ളൂ. പിന്നെ അതല്ലാണ്ട് ഇഷ്ടംപോലെ അഡ്വൈസേഴ്സും എല്ലാം മാർക്കറ്റിലുണ്ട്. അവരുടെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഇപ്പോൾ ഇന്ന കണ്ടീഷനിൽ ഇന്ന ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി പോർട്ട്ഫോളിയോ ക്രിയേഷൻ ആണ് ബെറ്റർ എന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ വ്യൂ പോയിൻറ്റ്സിനകത്ത് അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ട് സജഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നല്ലൊരു ടൈമാണ്. നിങ്ങളുടെ കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ഓഡിറ്റ് ചെയ്യുക, അതൊന്ന് റിവ്യൂ ചെയ്യുക, എന്നിട്ട് എവിടെയാണ് കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന്
വിലയിരുത്തുക, അതിനുള്ളൊരു സമയമാണെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഇപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ റിസ്ട്രിക്ട് ചെയ്യുമ്പോൾ അതൊരു കോൺസെൻട്രേഷൻ റിസ്കിലുണ്ട്. അതായത് ഒരു ചില സെക്ടറുകളിലേക്ക് മാത്രമായി ചുരുങ്ങി പോകാതെ അതെങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും? കോൺസെൻട്രേഷൻ റിസ്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടെർമിനോളജിയാണ് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ 30-50 സ്റ്റോക്സ് വാങ്ങിച്ച് കയ്യിൽ വെക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി അത്ര എളുപ്പമല്ല. കാരണം ഒരാൾക്ക് അത്രയും സ്റ്റോക്സ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് ഹാൻഡിൽ ചെയ്യാൻ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അതിന് ഒരു ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ തന്നെ അതിനകത്തൊരു ഫണ്ട് മാനേജർ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിൽക്കെ തന്നെ നമുക്ക് കുറച്ച് ബെറ്റർ സെക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബെറ്റർ പെർഫോമിംഗ് സ്റ്റോക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ കൊല്ലവും ഗ്രോത്ത് തരുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരാനില്ല. പക്ഷേ ഗ്രോത്ത് താഴത്തേക്ക്, അതായത് ഡീഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ആ കമ്പനി ബാങ്ക്രപ്റ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് കുറയുന്നുണ്ട്, ഇങ്ങനത്തെ കമ്പനികൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. അപ്പം പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷനേക്കാളേറെ ഡൈവേഴ്സിഫിക്കേഷന് തുനിയേണ്ട, അതോ ഒരു ചില സെക്ടറുകൾ ഒഴിവാക്കിയിട്ട് നമ്മളൊരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ടോട്ടലി റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡൈവേഴ്സിഫിക്കേഷൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് എപ്പോഴാണ്? മാർക്കറ്റ് താഴത്തോട്ട് വീഴുമ്പോഴാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ കോൺസെൻട്രേഷനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടിനും രണ്ട് പർപ്പസാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്ററിൻ്റെ പോർട്ട്ഫോളിയോ നമ്മളൊന്ന് അസസ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർലി ഡൈവേഴ്സിഫൈഡ് ആണോ മെജോറിറ്റി ഓഫ് ദ അസറ്റ്സ് എന്നുള്ളത് നമ്മൾ ആദ്യമേ വിലയിരുത്തുന്നു. അതിനുശേഷം ഈ ബാക്കിയുള്ള അസറ്റ്സിൽ അതിനകത്ത് ഏതൊക്കെയാണ് നല്ലത്, ഏതൊക്കെയാണ് ചീത്ത എന്നുള്ളത്, അത് ക്വാളിറ്റി സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ക്വാളിറ്റി അസറ്റ്സ് ഏതാണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണ്? അപ്പോൾ അതായത് ഇപ്പോൾ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോഴും താരതമ്യേന ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയധികം ബാക്കിയുള്ള ഓഹരികൾ അത്രയും വീഴാത്തത്, അതിനിടയിലും കമ്പനി നല്ല രീതിയിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് കാണിക്കുന്നത്, അങ്ങനെയാണോ അതിനെ തിരിച്ചറിയേണ്ടത്? അല്ല, അതിനകത്തൊരു പോയിന്റിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഈവൻ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്സും വീഴുന്നുണ്ടാവും, മോശം ക്വാളിറ്റി ഓഫ് സ്റ്റോക്സും എന്തായാലും അവിടെ വീഴും. ആ കറക്റ്റ് ടൈമാണ് റീബാലൻസ് ചെയ്തത് മോശമായിട്ടുള്ള കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് അതേ ക്യാപിറ്റൽ കൊണ്ട് നല്ല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം ബെറ്ററാണ്. കാരണം നിങ്ങൾ അപ്സൈഡിലാണത് ചെയ്യണമെന്ന് വിചാരിക്കുക. സാധാരണ ആൾക്കാർ വെയിറ്റ് ചെയ്യും. അതായത് ഞാൻ 1,00,000 രൂപയ്ക്ക് വാങ്ങിച്ചു, ഇപ്പോൾ അതിൻ്റെ വാല്യൂ 60,000 രൂപയുള്ളൂ, 40,000 ലോസിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ ആൾക്കാരുടെ മൈൻഡിൽ തിരിച്ച് പ്രൈസ് സ്കെയിൽ ചെയ്തോട്ടെ, തിരിച്ച് 1,00,000 രൂപ എത്തിക്കോട്ടെ, അപ്പോൾ പിന്നെ എനിക്ക് ലോസ് ബുക്ക് ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് വരെ അവർ വെയിറ്റ് ചെയ്യും. ആ 40,000 ലോസ് ഞാൻ പറയണത് അത് ബുക്ക് ചെയ്തിട്ട് ആ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കമ്പനീസ് ഏതാണ് അതിലേക്ക് മാറ്റാനാണ് ഞാൻ അഭിപ്രായം പറയുക. കാരണം ആ ക്വാളിറ്റി സ്റ്റോക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീണ് കിടക്കുകയാണ്, അതും ഒരു അട്രാക്റ്റീവ്ലി പ്രൈസസിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ഗ്രോത്ത് റെസ്യൂം ചെയ്യുന്ന ഒരു ടൈമിൽ ആ ടോപ്പ് ക്വാളിറ്റി സ്റ്റോക്സ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മാർക്കറ്റ് ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങൾ ബെറ്റർ ആകുമ്പോൾ ഈ ക്വാളിറ്റി സ്റ്റോക്ക് ആയിരിക്കും ആ സമയത്ത് കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യത. അതുകൊണ്ട് അതായത് നമ്മളിപ്പോൾ ലോസ് ബുക്ക് ചെയ്തിട്ടായാലും ക്വാളിറ്റി സ്റ്റോക്കിലോട്ടത് ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റ് റിക്കവർ ചെയ്യുന്ന സമയത്ത് ഈ ലോസിനെ മറികടക്കാനുള്ള രീതിയിൽ നേട്ടം തരുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഡെഫിനറ്റ്ലി. കാരണം മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ എപ്പോഴും ആ സെക്ടറിൻ്റെ ലീഡേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ ആ ക്വാളിറ്റി സ്റ്റോക്സ് ഏതാണ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമേ റീബൗണ്ട് ചെയ്യുക. ഏറ്റവും ലഗാർഡ്സ് എന്ന് പറയുമല്ലോ, അതായത് ഏറ്റവും താഴത്തെ തട്ടിൽ കിടക്കുന്ന സ്റ്റോക്സ് ആണ് ശരിക്കും അത്രയും റിക്കവറി അവിടെ കാണിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ഫണ്ട് മോശം കമ്പനീസിൽ നിന്ന് നല്ല കമ്പനീസിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന സമയത്ത് റിക്കവറിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് വരും. അതായത് നിങ്ങൾക്ക് എന്താ ആവശ്യം, ആക്ച്വലി നിങ്ങളുടെ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മോശമായിട്ടുള്ളൊരു സ്റ്റോക്കിൽ, അത് റിക്കവറിയാണ് നിങ്ങളുടെ മൈൻഡെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്ക് റിക്കവർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അത് ലീഡറിലേക്ക് പാർക്ക് ചെയ്തിട്ട് ലീഡർ റിക്കവർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ആ ക്യാപിറ്റൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിലും ഇപ്പം ഈ ഒരു റീസെൻ്റ് ഒരു മാർക്കറ്റിലൊരു സെൽ ഓഫ് കാരണം മിക്കവരും പോർട്ട്ഫോളിയോ ബ്ലീഡ് ചെയ്യുകയാണ്, മിക്കവരും നഷ്ടത്തിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിന്ന് ഇതിൽ നിന്ന് കരകയറാൻ ഒരു പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷനാണോ ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു സമീപനം ഇപ്പോഴും എടുക്കേണ്ടത്? അതിനകത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ സൈറ്റ് ചെയ്യാം. നിങ്ങൾ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 5-10 സ്റ്റോക്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ബാസ്ക്കറ്റിൽ ഉണ്ടാവുക. പക്ഷേ സിംപ്ലിസിറ്റിക്ക് 2 സ്റ്റോക്കുള്ള ഒരു ബാസ്ക്കറ്റാണെന്ന് വിചാരിക്കുക. സ്റ്റോക്ക് ABC ആൻഡ് സ്റ്റോക്ക് XYZ. അതിനകത്ത് ABC എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പോൾ 20% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. XYZ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പോൾ 10% ലോസിലാണ് നിൽക്കണമെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് കരുതുക, ഒരു എക്സാമ്പിൾ.
അപ്പോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോസ് വന്നേക്കുന്ന കമ്പനി എന്തുകൊണ്ട് ലോസ് ഉണ്ടാക്കുന്നു, ആ കമ്പനിക്ക് ഗ്രോത്ത് റേറ്റ് കുറവുണ്ടോ, അല്ലെങ്കിൽ കമ്പനിക്ക് ബിസിനസ്സിൽ പ്രശ്നമുണ്ടോ, ഫ്രോഡോ അല്ലെങ്കിൽ കോംപ്ലയൻസസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അത് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ആ ക്യാപിറ്റൽ തിരിച്ച് ABC, അതായത് വിന്നിങ് ആയിട്ടുള്ള ആ കമ്പനിയിലേക്ക് തിരിച്ച് കൊണ്ടുവരാനാണ് ഒരു ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജിനകത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. ഇവിടെ ബൈ ഓൺ ഡിപ്സിനകത്തുള്ള ഒരു ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ABCയും XYZും തമ്മിൽ ആ രണ്ട് സ്റ്റോക്സിലും ഈക്വലി ആണ് ഒരു ക്യാപിറ്റൽ അലോക്കേറ്റ് ആകാൻ പോണത്. അപ്പോൾ നല്ല കമ്പനിയും പർച്ചേസ് ആവുന്നുണ്ട്, മോശം കമ്പനിയും പർച്ചേസ് ആവുന്നുണ്ട്. ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ വിന്നറിലേക്ക് നമ്മൾ കൂടുതൽ എംഫസിസ് കൊടുക്കുന്നു. അതാണ് എൻ്റെ മീനിങ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അത് ഇമോഷണലി ഭയങ്കരമായിട്ടൊരു ശക്തമായിട്ടുള്ളൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു നിലപാട്, കാഴ്ചപ്പാടൊക്കെ വേണ്ടതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോൾ ഈ ഒരു റിക്കവറി റാലി മിസ്സാകാതിരിക്കാൻ ഇത്തരമുള്ള ഒപ്റ്റിമൈസേഷൻ സഹായിക്കുമെന്ന് നമുക്ക് കരുതാനാകുമോ? അല്ല, എന്താണ് അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇതിനകത്ത് രണ്ട് പോയിൻറ്റ്സ് ഉണ്ട് ഇപ്പോൾ ചോദിച്ചതിൽ. ഒന്ന് ഇമോഷണലി ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു അൺറിയലൈസ്ഡ് ലോസസിൽ ആൾക്കാർ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ വളരെ വില്ലിങ് ആണ്. പക്ഷേ ആ ലോസ് അവിടെ ബുക്ക് ചെയ്തിട്ട് ആ ക്യാപിറ്റലിൽ റീഅലോക്കേറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് അത്രയും വില്ലിങ്നെസ് കാണത്തില്ല. കാരണം അതൊരു ഇമോഷണലി ഒരു പെയിനാണ്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഫെയിലിയർ ആണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു 40,000 രൂപ പൈസ കളഞ്ഞു, ഇൻവെസ്റ്റ് ചെയ്ത് 40,000 രൂപ കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ, വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് ചിലപ്പോൾ ഒരു ഫീലിംഗ് വരാം. പക്ഷേ അൺറിയലൈസ്ഡ് ആണല്ലോ, അതായത് ഞാൻ ബുക്ക് ചെയ്യുന്നില്ല ലോസ്, അവിടെ 5 വർഷമോ 10 വർഷമോ അവിടെ സ്റ്റോക്ക് ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ടോട്ടലി കോൺട്രറി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ റീസ്ട്രക്ചറിങ് എന്നുള്ളത്. കാരണം നിങ്ങളുടെ ക്യാപിറ്റൽ എന്തായാലും അവിടെ ആ ലോസസിൽ അവിടെ നിൽക്കുന്നുണ്ട്. ആ കമ്പനി തിരിച്ച് ഗ്രോ ചെയ്ത് തിരിച്ച് കയറി വരാനായിട്ടുള്ള സാധ്യതയില്ല, അതൊരു ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്ക് അല്ല എന്ന് ആദ്യമേ അറിഞ്ഞ് അത് ഇഫ് യു ക്യാൻ കം ടു പീസ് വിത്ത് ഇറ്റ്, അതായത് നിങ്ങൾക്കത് ടോട്ടലി അംഗീകരിച്ച് നിങ്ങൾക്കത് അവിടെ ലോസ് ബുക്ക് ചെയ്ത് ആ ക്യാപിറ്റൽ നിങ്ങൾക്ക് നല്ല കമ്പനിയിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ, ഇമോഷണലി ഇപ്പോൾ നിങ്ങൾക്കൊരു ചലഞ്ച് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വിന്നിങ് കമ്പനി ടോപ്പായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ക്യാപിറ്റലും റിക്കവർ ആവും, നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ട് മാറുക ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ ചോദിക്കേണ്ടതൊരു ചോദിച്ചപ്പോൾ റീസ്ട്രക്ചറിങ് പറയുന്നു, റീബാലൻസിങ് ഒക്കെ പറയുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റ്, നമ്മളൊരു ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അപ്പം അതിനോട് ഇത് ചേർന്ന് പോകുമോ? അപ്പം അതോ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവുകളൊക്കെ ഒരു കൃത്യമായ ഇടവേളകളിൽ അല്ലെങ്കിൽ റെഗുലറായിട്ട് അതൊരു റീതിങ്ക് ചെയ്യേണ്ട കാര്യമാണോ? ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരാളെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് 10 ഇയേഴ്സ് കൊണ്ട് നമുക്കൊരു വീട് വാങ്ങിക്കാൻ പറ്റുക, അതിന് കുറച്ച് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 15 ഇയേഴ്സ് കൊണ്ട് നമ്മുടെ കുട്ടികളെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊരു ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഇതിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ ഒരു ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് എനിക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. 15 ഇയേഴ്സോ 20 ഇയേഴ്സ് കഴിയുമ്പോൾ എൻ്റെ ഏജ് അത്രയും കൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആ ടൈമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ടൈമിൽ എൻ്റെ ആയിട്ടുള്ള റിസ്ക് പ്രൊഫൈൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറണ്ട് ആയിട്ടുള്ള റിസ്ക് പ്രൊഫൈൽ എന്താണോ, നിങ്ങളുടെ ഹെൽത്തിയർ ആയിട്ടുള്ള നിങ്ങളുടെ റിസ്ക് നല്ലതാണോ മോശമാണോ എന്ന് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് കംപ്ലീറ്റ് പോർട്ട്ഫോളിയോനെ ഒന്ന് റീബാലൻസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സ്റ്റഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് കറക്റ്റായിട്ട് ഈ പറയുന്ന ഇൻവെസ്റ്ററിന് അറിഞ്ഞിരിക്കണം. അത് ഫിനാൻഷ്യൽ ഓരോ ലൈഫ് സൈക്കിളിലും ആ ഒരു ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ റിസ്ക് എക്സ്പോഷറും ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. പക്ഷേ അപ്പോൾ അവിടെ വേറൊരു ചോദ്യം വരുന്നത് വെച്ചപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIP മോഡിൽ സ്റ്റോക്കിലായാലും മ്യൂച്വൽ ഫണ്ട്സിലായാലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, വളരെ ജനകീയമായിട്ടുള്ളൊരു ടൂളാണ് അല്ലെങ്കിൽ ഒരു സ്റ്റൈലാണ് SIP എന്ന് പറയുന്നത്. അപ്പോൾ ഈ SIP ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിംഗ് ഒക്കെ അവർ ഒരു കോർ ഐഡിയ ആയിട്ട് യോജിച്ച് പോകുന്നതാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ റീസ്ട്രക്ചറിംഗ് ആയിട്ട് ഡയറക്റ്റ്ലി കോറിലേറ്റഡ് ആവത്തില്ല. കാരണം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമ്മുടെ എന്താണോ ഒറിജിനലി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന വെയിറ്റ്, അതിലേക്കാണ് ക്യാപിറ്റൽ അലോക്കേറ്റ് ആവുന്നത്. റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിറ്റിനെ കംപ്ലീറ്റ്ലി ഒന്നും കൂടി ഒന്ന് അസസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ SIP റീസ്ട്രക്ചറിങ് ആയിട്ട് ഒത്തുപോകത്തില്ല എന്നുള്ളതാണ് അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു SIPയിൽ ഫോളോ ചെയ്യുന്നൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അപ്പോൾ ഇത്തരം ഒരു ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ് വരുമ്പോൾ മാർക്കറ്റിൽ വോൾട്ടൈൽ ആവുന്നു, ആരും പാനിക്കായി പോകാം. ആ ഒരു ഘട്ടത്തിൽ അപ്പം ആ ഒരു SIP ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു സന്ദർഭത്തിൽ എന്തായിരിക്കും ഒരു ബെസ്റ്റ് മെത്തേഡ്? എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മന്ത്ലി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന SIPയുടെ എമൗണ്ട് ഇസ് ദ സെയിം അല്ലേ. നമ്മൾ 25,000 ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, 50,000 ചെയ്യുന്നവരുണ്ട്, 4 ലാക്കോ 5 ലാക്കോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
അത് ഏത് അസറ്റിലേക്ക് പോകണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ SIP സ്റ്റോപ്പ് ചെയ്യാനല്ല നമ്മൾ പറയുന്നത്, പക്ഷേ നമ്മൾ ടാക്റ്റിക്കലായിട്ട് ഇപ്പോൾ മാർക്കറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ SIPയുടെയും സ്ട്രക്ചർ ഒന്ന് മാറ്റേണ്ടി വരും. അതാണ് ആക്ച്വലി ചെയ്യേണ്ടത്. നിങ്ങൾ പഴയ SIPയിൽ കണ്ടിന്യൂ ചെയ്ത് തന്നെ ചിലപ്പോൾ ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. ഈ സ്ട്രക്ചർ മാറ്റുക എന്ന് ഉദ്ദേശിച്ചത് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ SIPയുടെ എമൗണ്ട് കൂട്ടണം എന്നാണോ അതോ? അല്ല, എമൗണ്ട് കൂട്ടാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. കാര്യം ഇതൊരു എല്ലാവരും ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻകം ആണ് പലരും SIP ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയ സമയത്ത് ശരിക്കും അവർക്ക് ഇൻകം കൂടുതൽ കിട്ടുന്നില്ല. അപ്പോൾ SIP എമൗണ്ട് കൂട്ടാൻ പറ്റത്തില്ല, പക്ഷേ ആ ചിലവാക്കുന്ന എമൗണ്ടിൻ്റെ ഫോക്കസ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് നിങ്ങൾ ലാർജ് ക്യാപ്പിലാണ് മേ ബി 60% ഓഫ് SIP നിങ്ങൾ ലാർജ് ക്യാപ്പിലേക്കാണ് എക്സ്പോഷർ കൊടുത്തിരുന്നെങ്കിൽ, ഇപ്പോൾ മേ ബി അത് ലാർജ് ക്യാപ്പിന് പകരം മേ ബി സ്മോൾ ക്യാപ്പിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുക്കാൻ പറ്റും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, സ്മോൾ ക്യാപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ ഇതാണ് നമ്മൾ ടാക്റ്റിക്കലായിട്ട് മാർക്കറ്റ് എവിടെയാണോ ഇമ്പാക്റ്റ് വന്നേക്കുന്നത്, ഏത് സെക്ടേഴ്സാണ് അല്ലെങ്കിൽ ഏത് ഏരിയാസാണ് കൂടുതൽ ലോങ് റണ്ണിൽ ബെനിഫിറ്റ് തരുന്നതെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഇപ്പം ചുറ്റും നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഭയങ്കര വോൾട്ടൈലാണ്. ഇപ്പം FISൻ്റെ സെല്ലിംഗ് വരുന്നു, റുപ്പിയുടെ ഡിപ്രിസിയേഷൻ ഉണ്ട്, 95 ടച്ച് ചെയ്ത് ഇപ്പം 93 തിരിച്ച് കയറിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലക്കയറ്റമുണ്ട്. വിക്സ് വോൾട്ടാലിറ്റി ഇൻഡെക്സ് ആണെങ്കിലും ഒരു ഇയർലി ഹൈയിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് റിസ്ക് ചുറ്റുമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഈ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക? റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരൊറ്റ രീതിയിൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ലോങ് ഉള്ളി, അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ മാത്രം പൈസ ഉണ്ടാക്കാവുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ന് കുറച്ച് ഷെയർസ് വാങ്ങിക്കുന്നു, നാളെ കമ്പനി ബെറ്റർ റിസൾട്ട് തരുന്നു, അപ്പോൾ ആ ഷെയറിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ആവുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ഡിവിഡൻറ്റ് ഗെയിൻ എനിക്കവിടെ കിട്ടുന്നു. എന്നിട്ട് മേ ബി ആഫ്റ്റർ 5 years ആ ഗെയിൻ ഞാൻ സെൽ ഓഫ് ചെയ്ത് ആ കമ്പനിയിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യുന്നു. ഇതാണ് സാധാരണ നമ്മുടെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന ഒരു പർട്ടിക്കുലർ സിസ്റ്റം. അതായത് ബൈ ലോ സെൽ ഹൈ എന്നിട്ടുള്ള മോഡലാണ് വർക്ക് ചെയ്യാൻ പറ്റുക. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ, അതായത് മാർക്കറ്റ് ഇപ്പോൾ ഒരു ഇമ്പാക്റ്റ് വന്നു, വാറിൻ്റെ ഇമ്പാക്റ്റ് വന്നു, 15% മാർക്കറ്റ് വീണു, പല സ്റ്റോക്സും 40-50% വീണക്കുന്ന സ്റ്റോക്സ് ഇഷ്ടം പോലെ ഉണ്ട്. ആ സ്റ്റോക്സ് അവിടെ സെൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി പ്രൈസ് താഴ്ത്തിയിട്ട് പിന്നെ തിരിച്ച് വാങ്ങിക്കാം എന്ന് പറയുന്ന സ്ട്രാറ്റജി ആക്ച്വലി വർക്കൗട്ട് ചെയ്യിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ആ ടൈമിംഗ് ലോകത്തെ ആർക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഇത് അനലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അത് അറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മാർക്കറ്റ് ഡൈനാമിക്സ് അത്രയും നമുക്ക് അറിഞ്ഞിരിക്കണം. അതെ, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് ടൈം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് നാളത്തേക്ക് വെയിറ്റ് ചെയ്ത് അതിൽ നിന്ന് എമൗണ്ട് റിക്കവർ ചെയ്ത് കൂടുതൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുക എന്നുള്ളൊരു സിംഗിൾ കൺസെപ്റ്റ് മാത്രമേ അതിനകത്ത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് പെർസെ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ജിങ് ചെയ്യേണ്ടി വരും. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി ഓപ്ഷൻസ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ വേറെ അസറ്റ് വേണോ ഇക്വിറ്റി തന്നെ? ഇക്വിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇക്വിറ്റിയിൽ നിങ്ങൾക്ക് ഇക്വിറ്റി ഓപ്ഷൻസ് വാങ്ങിക്കാം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വാങ്ങിച്ച് നിങ്ങൾക്ക് പുട്ട് ഓപ്ഷൻ എന്നൊക്കെ പറയും നമ്മൾ. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് താഴത്തോട്ട് പോവുകയാണെങ്കിൽ ഈ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ ആക്ച്വലി അപ്രീഷിയേറ്റ് ആണ് ആവുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ലോസ് ഇവിടെ നിങ്ങൾ റിക്കവർ ചെയ്യണം. ഈ ഹെഡ്ജ് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്, അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഈ സമയത്ത് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തണോ വേണ്ട? ഗോൾഡ് ആക്ച്വലി എനിക്ക് ഒരു വ്യൂ ഇല്ലാത്തൊരു എലമെൻ്റാണ് ഗോൾഡ്. കാരണം ഞാൻ ഇക്വിറ്റി അഡ്വൈസസ് ഒരുപാട് കൊടുക്കുന്നുണ്ടെങ്കിലും ഗോൾഡിൽ ഞാൻ അങ്ങനെ അഡ്വൈസ് കൊടുക്കുന്നില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഗോൾഡിന് ഒരു ഏർണിങ്സ് കോൾ ഇല്ല, നിങ്ങൾക്കറിയാലോ. ഗോൾഡിന് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇല്ല, ഒരു മാനേജ്മെൻറ്റ് ഇല്ല. ആർക്കും അറിയത്തില്ല ഗോൾഡ് കൂടുതലുണ്ടോ കുറവുണ്ടോ, സപ്ലൈ ഡിമാൻഡൊക്കെ കറക്റ്റ് ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഓണസ്റ്റ്ലി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡിനെ പറ്റി എനിക്ക് ഒരു വ്യൂ ഇല്ല. പക്ഷേ മാർക്കറ്റിലുള്ള നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ ഒരു കൺസെപ്റ്റിൽ ഗോൾഡ് ഒരു സേഫ് ഹാവൻ ആണ്, ഒരു കറൻസിയുടെ ഒരു ഈക്വലൻറ്റ് അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ് ഗോൾഡ് എന്നുള്ളൊരു വ്യൂ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ അൺസർട്ടനിറ്റീസ് കൂടുമ്പോൾ യൂഷ്വലി ഗോൾഡിൻ്റെ പ്രൈസസ് ഹയർ ആണ്. കാര്യം അതിനുള്ള സപ്ലൈ അതിങ്ങനെ നിൽക്കുന്നു, ഡിമാൻഡ് കൂടുന്നു. അങ്ങനെയാണ് ഗോൾഡിൻ്റെ പ്രൈസസ് ഹയറായിട്ട് വരുന്നത്. പക്ഷെ അത് ഏത് ടൈമിൽ അത് വാങ്ങിക്കണം, ഏത് ടൈമിൽ അത് സെല് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കിതൊരു ആൻസർ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഓണസ്റ്റ്ലി ഞാൻ പറയാം. അപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് ഇല്ലാതിരിക്കുന്നതാണോ അപ്പോൾ ഉത്തമം? ഗോൾഡ് അതും എനിക്കൊരു വ്യൂ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറയും മേ ബി എനിക്കൊരു 10% എക്സ്പോഷർ ഗോൾഡിലേക്ക് കൊടുത്താൽ കൊള്ളാം എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മളൊരു ETF സജസ്റ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. ഞാനായിട്ട് ഉണ്ടാക്കുന്ന പോർട്ട്ഫോളിയോയിൽ ഞാൻ പൊതുവെ ഗോൾഡ് വെക്കാറില്ല. കാരണം എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. നമുക്ക് ആർക്കും, ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരാൾക്ക് പോലും അറിയത്തില്ല നാളെ ഗോൾഡിൻ്റെ, ഇപ്പോൾ ജ്വല്ലേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഗോൾഡ് പ്രൈസ് കൂടുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു വ്യൂ.
അവരൊരിക്കൽ പോലും അവർ പറയത്തില്ല ഗോൾഡിൻ്റെ പ്രൈസ് താഴത്തേക്ക് പോകുന്നുണ്ട്. അത് സപ്ലൈ ഒരു ഡിമാൻഡ് വെച്ചിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഗോൾഡിനെ പറ്റി ഇത്രയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റിവ്യൂ കാണുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, മാർക്കറ്റ് വോൾട്ടൈലാണ്, പോർട്ട്ഫോളിയോ ബ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അടുത്തൊരു 3 or 6 മാസത്തെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരു സാധാരണ റീറ്റെയിൽ നിക്ഷേപകൻ, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, സ്റ്റോക്ക് ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, ഇപ്പോൾ എടുക്കേണ്ട ഒരു ഏറ്റവും അനുയോജ്യമായ ഒരു സമീപനം എന്താണ്, അല്ലെങ്കിൽ അവൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നൊരു പീരീഡ് 2020 ആണ്. കാരണം ആ സമയത്താണ് കോവിഡിൻ്റെ ഒരു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു മാർക്കറ്റ് ഒരു 40% ക്രാഷ് ചെയ്തു എന്ന് കണ്ടപ്പോൾ ആൾക്കാർക്കൊരു പ്രത്യേകിച്ചൊരു ഫീലിംഗ് ഉണ്ടാക്കും, ഞാൻ ഇതിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു ഫീലിങ്ങോടെയാണ് ആൾക്കാർ ഇതിനകത്തേക്ക് വന്നത്. അതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് മാറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ മാർക്കറ്റ് 15% 10% ഫോളോ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റ്സിനെ പറ്റി കൂടുതൽ അടുത്തറിയാൻ, പഠിക്കാൻ, ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാൻ. നിങ്ങൾക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കുറച്ച് സ്കെയിലപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടൈമാണ്. കാര്യം പുതിയ ഫിനാൻഷ്യൽ ഇയർ ആണ്, നിങ്ങളുടെ അലോക്കേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കൂട്ടാൻ പറ്റും, കൂടുതൽ ഫണ്ട്സിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. നല്ല കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല കമ്പനീസ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ നോക്കുന്ന 2-3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഓപ്പറേറ്റിംഗ് മാർജിനാണ്, അതായത് കമ്പനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാവണം, ഓപ്പറേറ്റിംഗ് മാർജിൻ ഉണ്ടാവണം. 2, സെയിൽസിൻ്റെ ഗ്രോത്ത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അതായത് ഒരു കമ്പനി ഇന്ന് 1000 കോടിയുടെ ടേൺ ഓവറാണ് ഈ വർഷം ഉണ്ടാക്കണമെങ്കിൽ അടുത്ത വർഷം അത് അറ്റ്ലീസ്റ്റ് ഒരു 1250 കോടിയെങ്കിലും കൂട്ടാൻ പറ്റണം അവർക്ക്. ആൻഡ് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ ഉണ്ടല്ലോ, അതായത് നമുക്ക് ഒരു ഷെയറിൽ നിന്ന് എത്ര രൂപ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു കണക്ക്, അതും ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള 3 ക്വാളിറ്റീസ്. നല്ലൊരു കമ്പനീനെ കണ്ടുപിടിക്കുക, ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റലിൽ ലോസ് വരാനായിട്ടുള്ള സാധ്യത കുറവാണ്, ഇല്ല എന്നുള്ളതല്ല, കുറവാണ്. പക്ഷേ ലോസ് മേക്കിംഗ് കമ്പനീസിലാണ് നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. വിപണി ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലായിരിക്കുമ്പോൾ ഒരു നിക്ഷേപം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ബാലേന്ദ്രൻ ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത്. വിപണി ഒരു ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ ഭയന്നിരിക്കുകയല്ല വേണ്ടത്, ശരിയായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞൊരു ഇതിവൃത്തം. അപ്പോൾ മറ്റൊരു വിഷയമായി നമുക്ക് മറ്റൊരു അതിഥിയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.